എന്നോട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, എന്നോടെന്നല്ല, ഒരു മുഅ്മിനായ മനുഷ്യനോട് ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, മുത്ത് നബി തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കഴിയണമെന്ന് പറയും. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കഴിയാം. അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. ദുനിയാവിൽ നമുക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്. നമ്മൾ ജീവിക്കുന്ന കാലത്ത് കുറേ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സംഗതികളുണ്ട്, കുറേ ഒഴിവായി പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഇപ്പോൾ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാരാകട്ടെ, ഉപ്പമാരാകട്ടെ, സഹോദരങ്ങൾ, സഹോദരിമാർ ആരാണെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയാം, മരിച്ചു ചെല്ലുന്ന സമയത്ത് നബിതങ്ങളുടെ കൂടെ എന്ത് ചെയ്യുക, അവിടുത്തെ കൂടെ സ്വർഗത്തിൽ ചേരുക എന്നുള്ളത്. അത് വളരെ എളുപ്പമുള്ള സംഗതിയൊന്നും അല്ല, വലിയ പാടുള്ളൊരു സംഗതിയാണ്. പക്ഷെ എന്നാലും മനസ്സിൻ്റെ ഒരു ആഗ്രഹമാണല്ലോ. എന്നാൽ അത് നടന്നു കിട്ടാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ആ ഒരു ആഗ്രഹം പൂവണിഞ്ഞ് കിട്ടാൻ, ആഗ്രഹം പൂർത്തിയായി കിട്ടാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? വളരെ നിസ്സാരമായ ഒരു സൂറത്ത് കൊണ്ട് നമുക്കൊരു ആഗ്രഹം നടന്നു കിട്ടുമെന്ന് നബി തങ്ങൾ തന്നെ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ, അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ താമസിക്കാനുള്ള അവസരം ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അവർക്കുള്ളൊരു വഴി, അത് മാത്രമല്ല, ജീവിതത്തിലെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടു പോകാൻ, എല്ലാ പാപങ്ങളും ദോഷങ്ങളും മാപ്പ് ചെയ്യപ്പെടാനും, സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാനും, അതുപോലെ നബി തങ്ങളുടെ കുടുംബത്തോടൊപ്പം ചേരാനുമൊക്കെ അവസരം ലഭിക്കുന്ന വളരെ ചെറിയൊരു സൂറത്ത് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ആഗ്രഹങ്ങൾ പൂവണിഞ്ഞു കിട്ടാൻ മഹാന്മാർ പറയാണ്, ദുനിയാവിൽ ആഗ്രഹങ്ങളും നിറവേറി കിട്ടാൻ ഈ ഒരു സൂറത്ത് മതിയായതാണ് എന്ന്. വീഡിയോ മുഴുവനായി കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ, സന്തോഷമാണ്, സുഖമാണ് എന്ന് വിശ്വസിക്കുക. അള്ളാഹു എല്ലാവർക്കും റാഹത്തും സന്തോഷം നൽകട്ടെ. ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് പല പരാതികളും പറയുന്നവരുണ്ട്, പ്രശ്നപരിഹാരങ്ങൾ തേടുന്നവരുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഒരുപാട് പ്രശ്നപരിഹാരങ്ങൾ ചെയ്തു കൊടുത്തവരുണ്ട്. പലരും വിളിച്ചിട്ട് ഉസ്താദേ കാര്യം നടന്നു കിട്ടി എന്ന് സന്തോഷം അറിയിക്കുന്നവരുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു റാഹത്താണ്, അൽഹംദുലില്ലാഹ്. കാരണം എന്താ, നമ്മൾ കാരണം ഒരാൾക്കൊരു റാഹത്ത്, ഒരു സന്തോഷം ലഭിച്ചു എന്നറിയുമ്പോൾ മാനസികമായി നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. പലരും വിളിച്ചു ഉസ്താദേ കാര്യങ്ങൾ നടക്കണില്ല എന്ന് സങ്കടം പറഞ്ഞവരുണ്ട്. അള്ളാഹു അവർക്ക് എത്രയും പെട്ടെന്ന് അതിൻ്റെ പരിഹാരം നൽകുമാറാകട്ടെ. ഇല്ല, അതുകൊണ്ടല്ലോ, നടന്നു എന്ന് മാത്രമല്ലല്ലോ, നടക്കാത്ത ആളുകൾക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. നമുക്ക് ആത്മാർത്ഥമായി ദുആ ഇറക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. പിന്നെ ഇഖ്ലാസ് നല്ലതുപോലെ വേണം നമുക്കൊക്കെ, ഖൽബിൽ നല്ല ഇഖ്ലാസ് വേണം. കാരണം ക്ഷമ അതുപോലെ തന്നെയാണ്. ഇങ്ങനത്തെ സംഗതികൾ നമ്മൾ ഈ പരിഹാരങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഖുർആൻ പാരായണങ്ങളും ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ഇങ്ങനെ ചൊല്ലുന്ന സമയത്ത് നമുക്ക് നല്ല ഇഖ്ലാസും വേണം, അതുപോലെ നല്ല സ്വബറും വേണം, ക്ഷമയും വേണം. ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കാര്യം നടക്കൂ. ആ കാര്യം ഒന്ന് മനസ്സിലാക്കുക എല്ലാവരും, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും മനസ്സിലാക്കുക. കാരണം നമ്മൾ കുറേ ഇപ്പോൾ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് നമുക്ക് കുറേ നേട്ടമുണ്ട്, നമ്മുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ കുറേ വഴികളുണ്ട്. എന്നാൽ നമ്മളിങ്ങനെ കുറേ ഫാത്തിഹ ഓതി പക്ഷെ കാര്യങ്ങൾ നടക്കണില്ല. ഫാത്തിഹയ്ക്ക് കുഴപ്പമുണ്ടായിട്ടാണോ? നമ്മൾ ചിന്തിക്കുക, ഫാത്തിഹയ്ക്ക് കുഴപ്പമുണ്ടായിട്ടാണ് എന്ത് ചെയ്യാത്തത്, പറ്റാത്തത്. അങ്ങനെ ആരും ചിന്തിക്കുമോ? ഇല്ല. മറിച്ച് എന്താ, ഫാത്തിഹ പവർഫുള്ളായ സാധനമാണ്. അത് ചൊല്ലേണ്ട രൂപത്തിൽ, ഓതേണ്ട രൂപത്തിൽ ഓതുകയാണെങ്കിൽ അതിന് ഫലം കിട്ടുമെന്നുള്ള ഉറപ്പാണ്, 100% ഉറപ്പ്. കാരണം നബിതങ്ങൾ എത്രയോ ഹദീസുകളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യേണ്ട രൂപത്തിൽ നല്ല ഇഖ്ലാസോടുകൂടി, പിന്നെ കുറേ ക്ഷമ നമുക്ക് ആവശ്യമാണ്. എന്ത് ചെയ്യുക, റബ്ബ് നമുക്ക് എന്തെങ്കിലും ഒരു സമയം വെച്ചിട്ടുണ്ട്, ഇത് ശരിയാകാൻ ഒരു സമയം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം വരെ ഞാനിത് ഓതുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം. കണ്ടിന്യൂ ആയിട്ട് ഓതുക, ചെല്ലുക, നമ്മൾ ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഉറപ്പായി നമുക്ക് അള്ളാഹു അതിന് ഫലം നൽകും. അള്ളാഹു തീർച്ചയായിട്ടും അതിന് പരിഹാരം നൽകും, ഉറപ്പാണ്. അള്ളാഹു നൽകുമാറാട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും അള്ളാഹു റാഹത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഞാനൊരു സൂറത്ത് പരിചയപ്പെടുത്തി തരാം. ഒരു സൂറത്തിൻ്റെ പേര് സൂറത്തുൽ മആരിജ് എന്ന. മആരിജ് അത് തുടങ്ങുന്നത് സഅല സായിലുൻ എന്നാണ്. ആര് ചോദിച്ചു, ഒരു ചോദിക്കുന്ന ആൾ ചോദിച്ചു എന്ന രൂപത്തിൽ, ആ ഒരു ആശയം വരുന്ന രൂപത്തിലാണ് എന്ത് ചെയ്യുക, ഈ ഒരു സൂറത്ത് തുടങ്ങുന്നത്. മഹത്തുക്കൾ വിശദീകരിക്കുകയാണ്, ആരെങ്കിലും ഒരാൾ ഈ ഒരു സൂറത്ത് നിശ്ചിത ആവശ്യങ്ങൾക്ക് വേണ്ടി ഓതിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം തട്ടപ്പെടൂല എന്ന്. ആ ചോദ്യം അള്ളാഹു തട്ടപ്പെടില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സഅല സായിലും ബിഅദാബിൻ വാഖിഅ للكافرين ليس له دافع من الله ذي المعارج تعرج الملائكة والروح إليه في يوم كان مقداره 50,000 سنة فاصبر صبرا جميلا إنه يرونه بعيدا ونراه قريبا
صبا يوم تكون السماء كالمهل وتكون الجبال كالعهن. صدق الله العظيم. വളരെ മനോഹരമായി ഓതാൻ പറ്റിയ ഒരു സൂറത്താണ് സൂറത്തുൽ മആരിജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള സൂറത്തുകളിൽ പെട്ടതായിരുന്നു എന്നൊക്കെ ചരിത്രങ്ങളിൽ ഹദീസുകളിൽ കാണാൻ കഴിയും. ആരെങ്കിലും ഒരാൾ മൻ ഖറഅ സഅല സായിലുൻ, സഅല സായിലുൻ എന്ന സൂറത്ത് ഒരാൾ ഓതി, അതായത് സൂറത്തുൽ മആരിജ് ഒരാൾ പാരായണം ചെയ്തു, എന്നാൽ അഅ്താഹുല്ലാഹു സവാബല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ, അമാനത്ത് പൂർത്തിയാക്കിയ ആളുകൾ, സൂക്ഷിച്ച ആളുകളിൽ അവർക്ക് കിട്ടുന്നൊരു പ്രതിഫലം ഉണ്ടല്ലോ. അള്ളാഹുവിൻ്റെ വലിയ മുത്തഖീങ്ങളുടെ പദവിയാണത്. അള്ളാഹു കൊടുത്ത സ്വാലിഹീങ്ങളുടെ, വലിയ സ്വാലിഹീങ്ങളുടെ, മുത്തഖീങ്ങളുടെ പദവിയാണത്. അവർക്ക് കൊടുത്ത ആ ഒരു നേട്ടം, അവർക്ക് കൊടുത്തൊരു സ്ഥാനം, ആ ഒരു ഫദ്ല്, ആ ഒരു സ്ഥാനം, ആ ഒരു എന്താണ് സവാബ്, കൂലി ഈ വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സഅലസാൻ ചെറിയ സൂറത്ത് പാരായണം ചെയ്താൽ ആളുകൾക്ക് കൊടുക്കുന്ന. നോക്കൂ നിങ്ങൾ, കേവലം 44 ആയത്തുകൾ മാത്രമുള്ള ഒരു ചെറിയ സൂറത്താണ്. അള്ളാഹു നമുക്ക് ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. വല്ലദീന ഹും അലാ സ്വലാത്തിഹിം യുഹാഫിദൂൻ, അതോടൊപ്പം തന്നെ നിസ്കാരം കൃത്യമായി നിർവഹിച്ചവരുടെ കൂലി അള്ളാഹു കൊടുക്കുന്നു. നിസ്കാരം സൂക്ഷിച്ച ആളുകൾ, കൃത്യമായി എല്ലാ വഖത്ത് നിസ്കാരങ്ങളും മുടങ്ങാതെ കൃത്യമായി നിർവഹിച്ച ആളുകൾക്ക് കൊടുക്കുന്ന കൂലി അള്ളാഹു ആ വ്യക്തികൾക്ക് കൊടുക്കുന്നതാണ് എന്ന് നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇനി മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് മഹത്തുക്കളായ സ്വഹാബത്ത് പറഞ്ഞു തരികയാണെന്ത്, അക്സിറു മിൻ ഖിറാഅത്തി സഅല സാഇൽ, ആരെങ്കിലും ഒരാൾ നിങ്ങൾ അധികരിപ്പിച്ചോളാൻ, അതായത് സഅല സാഇൽ എന്ന ആ ഒരു സൂറത്ത് നിങ്ങൾ അധികമായി ഓദിക്കുക. കാരണം ഫഇന്ന മൻ അക്സറ ഖിറാഅത്ത്, ആരെങ്കിലും ഒരാൾ ഇത് അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയോട് ചോദിക്കുകയില്ല യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ അയാളുടെ പാപങ്ങളെ സംബന്ധിച്ച്, ചെയ്തു പോയ തെറ്റുകളെ സംബന്ധിച്ച് ചോദിക്കുക പോലുമില്ല. ആരെങ്കിലും ഒരാൾ സൂറത്തുൽ മആരിജ് അധികമായി ഓതിക്കഴിഞ്ഞാൽ നാളെ ആ ചെങ്ങായി അവിടെ ഖിയാമത്ത് നാളിൽ നിൽക്കുന്ന, മഹ്ശറിൽ നിൽക്കുന്ന സമയത്ത് അയാൾ ചെയ്തു കൂട്ടി ഒരു തെറ്റിനെ പറ്റിയും അയാളോട് ചോദ്യം ചെയ്യൂല, അയാൾ വെറുതെ വിട്ടേക്കും. നോക്കൂ നിങ്ങൾ, ചെയ്തു പോയ പാപങ്ങൾ മുഴുവൻ അള്ളാഹു മാപ്പ് ചെയ്തു തരുമെന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല വഅസ്കനഹുൽ ജന്ന, ഞാൻ ആ പറഞ്ഞ വലിയ നേട്ടം, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയെ താമസിപ്പിക്കും മഅ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് നബി തങ്ങളുടെ കൂടെ, വഅഹ്ലി ബൈത്തിഹി, നബി തങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെ ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, ആ വ്യക്തിയെ അള്ളാഹിൻ്റെ ഹബീബായ നബി തങ്ങളോടൊപ്പവും അവിടുത്തെ അഹ്ലു ബൈത്തിനോടൊപ്പവും താമസിപ്പിക്കും സ്വർഗത്തിലെ. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ആരെങ്കിലും, നമ്മളൊക്കെ വിചാരിച്ചാൽ, ചിന്തിച്ചാൽ എത്തിപ്പെടാൻ പറ്റുന്ന സംഗതിയാണോ അത്? നമ്മളൊക്കെ അമല് കൊണ്ട് എത്തിപ്പെടാൻ പറ്റുന്ന സംഗതിയല്ല, ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ എളുപ്പമായി റാഹത്തായി നിബിതങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ചേരാൻ അവസരം കിട്ടാൻ സൂറത്തുൽ മആരിജ് അധികരിപ്പിച്ചാൽ മതിയെന്ന്. ഇഷ്ടംപോലെ ഓതാ ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഭാഗ്യം 44 ആയത്തല്ലേ ഉള്ളൂ. ലി തസ്ഹീലി കുല്ലിൽ ഹവായിജ്. ഇനി എന്ത് ചെയ്യുക, നമ്മുടെ ആവശ്യങ്ങളൊക്കെ എളുപ്പമായി കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, മനസ്സിലുള്ള മുറാദുകളൊക്കെ എളുപ്പമായി കിട്ടാൻ മന്ദാവമ അലാ ഖിറാഅത്തി സൂറത്തുൽ മആരിജ്, ആരെങ്കിലും ഒരാൾ സൂറത്തുൽ മആരിജ് പാരായണം ചെയ്തു, പതിവാക്കി, ഫിൽ ലൈലി വന്നഹാരി, പകലിലോ രാത്രിയിലോ. പകലിൽ ഇനി രാവിലെ ഓതി, വൈകുന്നേരം ഓതി, ഓക്കെ, രാവിലെയും രാത്രിയും എന്ത് ചെയ്തു, സൂറത്തുൽ മആരിജ് പതിവാക്കി. എന്നാൽ കുല്ലമാ തവജ്ജഹ ലി ഹാജ, എന്തെങ്കിലും ഒരു ആവശ്യത്തിന്, ഒരു ഹാജത്തിനെ മുൻകരുതിയിട്ടാണ് അയാൾ ഓതിയത്, എന്തെങ്കിലും ഒരു ഉദ്ദേശം മനസ്സിൽ കരുതിക്കൊണ്ടാണ് ഓതിയത്. എന്നാൽ ഏത് ആവശ്യമാണോ ഉദ്ദേശിച്ചത്, ഖുദിയത് ലഹു, ആ ആവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് വേണ്ടി സാധിപ്പിച്ചു കൊടുക്കുന്ന, ആവശ്യം പൂർത്തിയായി കിട്ടുന്നതാണ്. നമ്മൾ ആ ഉദ്ദേശിച്ച കാര്യം നടന്നു കിട്ടുന്നതാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ പരിപാടിയാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് ഓതാൻ പറ്റിയതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്തരത്തിലുള്ള അമലുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചെയ്തു നോക്കുക. അതുപോലെ നല്ല ഇഖ്ലാസോട് കൂടിയിട്ട്, ഞാൻ പറഞ്ഞത് നല്ല ഇഖ്ലാസോട് കൂടിയിട്ട്, നല്ല യഖീനോട് കൂടി എനിക്കതിന് ഫലം കിട്ടുമെന്ന് ഉറപ്പോട് കൂടി ചെയ്താൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ഫലം കിട്ടും. അല്ലാഹു നൽകുമാറായിട്ട് ഇൻഷാ അല്ലാഹ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിലും ഒന്ന് ചെയ്തു വെക്കാം. കാരണം ഇതുപോലുള്ള അമാലുകളുടെയൊക്കെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് എത്താനൊക്കെ ഉപകരിക്കും ഇൻഷാ അല്ലാഹ്. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അതുപോലെ ദുആ വസിയത്തുകളൊക്കെ രേഖപ്പെടുത്തുക. അല്ലാഹു നമ്മുടെ എല്ലാ കാര്യവും റാഹത്താക്കി തരുമാറാകട്ടെ. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.